എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഞാൻ ഓൾറെഡി ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് സോ ദാറ്റ് നമുക്ക് ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റത്തെ മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കാർഡിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ്, എസ്പെഷ്യലി ഇതൊരു ലവ് റീഡിംഗ് ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു വ്യക്തിനെ മാറ്റാനായിട്ട് നിങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ വളരെയധികം ആ ഒരു സ്ട്രെസ് നിങ്ങളുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ചെറിയ കാര്യങ്ങളായിരിക്കാം, ആവശ്യമില്ലാത്ത കാര്യങ്ങളെന്ന് നമ്മൾ സാധാരണ പറയുന്നത്, നിങ്ങൾക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഫീൽ ചെയ്യുന്ന കാര്യം, നിങ്ങൾ തമ്മിൽ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രോബ്ലം വളരെയധികം ഇവിടെ റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. അതുമാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളാണ് നടക്കുന്നത്. പക്ഷെ നിങ്ങൾ അതിനെല്ലാം എഗെയിൻസ്റ്റ് പോയി എല്ലാവിടെയും നിങ്ങളൊരു ഫൈറ്റിംഗ് മോഡാണ് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളുടെ വ്യക്തിയായിട്ടും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്കുമെല്ലാം. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ഒരു കാര്യം, നിങ്ങളുടെ സ്നേഹത്തിലാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾ കുറച്ചും കൂടെ സമാധാനപരമായിട്ടുള്ള ഒരു അപ്രോച്ച് സ്വീകരിക്കണം. എല്ലാത്തിനും വല്ലാതെ റിയാക്ട് ചെയ്യാതെ കുറച്ചൊക്കെ നമ്മളിങ്ങനെ ഒന്ന് നോക്കി കാണണം എങ്ങോട്ടേക്കാണത് പോകുന്നത്. സംഭവിക്കുന്നതെല്ലാം എപ്പോഴും നല്ലതിനാണ്, അല്ലേ? പിന്നെയുള്ളൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വ്യക്തിയുടെ ഒരു മെസ്സേജാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി പറയുന്നത്, ഐ എം ബിക്കമിങ് എ ബെറ്റർ പേഴ്സൺ, ഐ വണ്ടർ ഇഫ് യു ആർ ഹാപ്പി വിത്തൗട്ട് മീ. ഈ ഒരു സെക്കൻഡ് കാർഡിൻ്റെ റീഡിംഗ് വെച്ച് എനിക്ക് തോന്നുന്നത്, നിങ്ങൾ തമ്മിൽ ഇപ്പോൾ താൽക്കാലികമായിട്ട് നിങ്ങൾ സംസാരിക്കുന്നില്ല, നിങ്ങൾ മിണ്ടുന്നില്ല. സംസാരിക്കാതെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് വളരെ സങ്കടമുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ. ഇപ്പോൾ എന്ത് കാര്യത്തിനാണ് നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്തതെന്ന് നമുക്കറിയില്ല. നിങ്ങളുടെ തമ്മിലുള്ള ആ ഒരു പ്രശ്നം നിങ്ങളുടെ വ്യക്തിക്ക് അത് ഇപ്പോഴും ഒരു വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല. പക്ഷെ നിങ്ങളത് വളരെ സീരിയസ് ആക്കി കാണുകയും നിങ്ങളുടെ വ്യക്തിയോട് നിങ്ങളിപ്പോൾ സംസാരിക്കാതിരിക്കുന്ന സിറ്റുവേഷനാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറാം എന്ന് പോലും ആ വ്യക്തിക്ക് കരുതുന്നുണ്ട്. നിങ്ങളില്ലാതെ ജീവിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കില്ല. ആ വ്യക്തിക്ക് സംശയം നിങ്ങൾ വളരെ ഹാപ്പിയാണ് എന്നുള്ളതാണ്. യൂണിവേഴ്സിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമെങ്കിൽ എല്ലാത്തിലും നിങ്ങൾ ആ ഒരു ബാലൻസ് കൊണ്ടുവന്നേ മതിയാവുള്ളൂ. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ആ ഒരു ബാലൻസ് ഉണ്ടെങ്കിൽ ലൈഫ് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. നിങ്ങളുടെ ലൈഫിൽ കറൻ്റ്ലി ആ ഒരു ബാലൻസ് നിങ്ങൾക്ക് മിസ്സിങ് ആണ്. നിങ്ങൾക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരി ഒന്നും ചെയ്യാൻ സാധിക്കാത്തത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയെ മിസ്സ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഒരുമിച്ച് പോകണമെന്നാണ് ഇപ്പോൾ യൂണിവേഴ്സിൻ്റെ മെസ്സേജ്. അതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം, സംസാരിക്കണം നിങ്ങളുടെ വ്യക്തിയുമായിട്ട്.